ജമാഅത്തെ ഇസ്ലാമി SDPI ബന്ധം പരസ്യമാക്കിക്കൊണ്ട് ന്യൂനപക്ഷ വർഗീയതയുമായി സന്ധി ചെയ്തതിനെതിരെ പാലക്കാട് പ്രതിപക്ഷ നേതാവിനെതിരെ പടയൊരുക്കം തുടങ്ങി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കി ഷാഫി പറമ്പിൽ VD സതീശൻ കോക്കസ് എടുത്ത തീരുമാനം ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ തുടക്കം മുതൽ തന്നെ അമർഷമുണ്ടാക്കിയിരുന്നു. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയ വർഗീയ കൂട്ടുകെട്ടിന്റെ തുടർച്ചയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഈ കോക്കസിന് പറ്റിയത്. ഇതുവരെ UDFന് രഹസ്യ പിന്തുണ നൽകിയിരുന്ന SDPI പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെ അത് പരസ്യമാക്കി രംഗത്തെത്തിയിരുന്നു. രാഹുൽ മാങ്കുടത്തിൽ ജയമുറപ്പിച്ചപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ SDPI പ്രകടനം നടത്തുകയും തങ്ങളുടെ വോട്ട് കൊണ്ടാണ് UDFന്റെ ജയമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് ജയത്തിന്റെ മാറ്റുകുറച്ചതായി നേതാക്കൾ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടുകൾ അനുകൂലമാക്കുമെന്ന് UDF ഉറപ്പു നൽകിയിരുന്നതായി SDPI ജില്ലാ പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടും നിഷേധിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. SDPIയുടെ വോട്ട് വാങ്ങുമോ എന്ന ചോദ്യം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മറുപടിയായി ഉഴുന്നുവട നന്നായി എന്ന് രാഹുൽ മാങ്കുടത്തിൽ പറഞ്ഞതും വാർത്ത തന്നെയായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് ഷാഫി പറമ്പിലുമായി ചർച്ച നടത്തിയെന്ന് SDPI നേതാക്കൾ വ്യക്തമാക്കിയിട്ടും കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിരുന്നില്ല. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി VD സതീശനെതിരെ വലിയ പോർവിളികൾ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തു തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ VD സതീശൻ ഇത്ര കണ്ട് വിമർശിക്കപ്പെട്ടപ്പോഴും K മുരളീധരൻ പറഞ്ഞത് അദ്ദേഹം വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നതാണ്. അതായത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ വിമർശിക്കപ്പെടേണ്ടതാണെങ്കിൽ വിമർശിക്കും എന്ന് തന്നെയുള്ള ഒരു താക്കീതായിരുന്നു K മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ VD സതീശന്റെ ചില തീരുമാനങ്ങൾ കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. ആ അസ്വസ്ഥതയെല്ലാം തന്നെയാണ് ഇപ്പോൾ കുമിഞ്ഞു കൂടിക്കൊണ്ട് VD സതീശനെതിരെയുള്ള വലിയ പോരാട്ടമായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. മാത്രമല്ല K മുരളീധരനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനും നിരവധി അസ്വസ്ഥതകൾ വ്യക്തിപരമായി ഉണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിക്കാൻ നിന്നിരുന്ന K മുരളീധരനെ രാഖി രാമാനമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറ്റുന്നത്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കനത്ത പരാജയം നേരിട്ടതിന് ശേഷം സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാജയത്തിന് കാരണമെന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തിരുന്നു. അതേ സാഹചര്യത്തിൽ നിരവധി ആളുകളുടെ പേരുകൾ വന്നിരുന്നു. പക്ഷേ വ്യക്തമായ നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപവും അദ്ദേഹത്തെ തോൽപ്പിക്കാനായി തന്നെയാണ് തൃശൂർ മത്സരിപ്പിച്ചത് എന്ന ആക്ഷേപവും ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം പാലക്കാട്ടേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആദ്യം ഉയർന്നു കേട്ട പേര് K മുരളീധരനായിരുന്നു. മാത്രമല്ല അദ്ദേഹം പരസ്യമായി ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായിരുന്നു, പാർട്ടി തന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന്. അതായത് അദ്ദേഹം പരസ്യമായി തന്നെ വ്യക്തമാക്കിയതാണ് അദ്ദേഹത്തിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം. പക്ഷേ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പെട്ടെന്നായിരുന്നു രാഹുൽ മാങ്കുടത്തിന്റെ പേര് ഇടിച്ചു കയറി വന്നത്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് VD സതീശിന്റെയും ഷാഫി പറമ്പിലിന്റെയും മാത്രം തീരുമാനത്തിലാണ് എന്നുള്ള ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ SDPI പിന്തുണ അറിയിച്ചപ്പോൾ കോൺഗ്രസ് ആകമാനം അത് തള്ളിക്കളയുന്ന സാഹചര്യമായിരുന്നു. കോൺഗ്രസ് തങ്ങൾക്ക് അത്തരമൊരു വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ K സുധാകരൻ മാത്രമാണ് SDPI ആണെങ്കിലും വോട്ട് ചെയ്തോട്ടെ, വോട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. പക്ഷേ അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം UDFന് ഉണ്ടായതിനു ശേഷം കോൺഗ്രസ് ആ വോട്ടുകളെ സാധൂകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ആദ്യത്തെ നിലപാടിൽ നിന്നും ഏറെ വ്യത്യസ്തമായി വെള്ളം ചേർത്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ രണ്ടാമത്തെ നിലപാട് വന്നത് എന്നതും വ്യക്തമാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ VD സതീശിനെതിരെ വലിയ തരത്തിലുള്ള പടയൊരുക്കമുണ്ടായത്. SDPIയുമായി ആണെങ്കിലും വെൽഫെയർ പാർട്ടിയുമായുള്ള ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് അത് CPI ഉയർത്തി വലിയൊരു അവിശുദ്ധ ബന്ധം എന്നെല്ലാം തന്നെ ഉയർത്തിക്കാട്ടിയതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിലും ഇപ്പോൾ അതേ അവിശുദ്ധ ബന്ധം തന്നെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ അഥവാ അവയെല്ലാം തന്നെ വിമർശിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. VD സതീശിനെതിരെ ഇപ്പോൾ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും പാലക്കാട്ടെ SDPI ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതാക്കൾ ചേരിതിരിഞ്ഞുള്ള ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും VD സതീശിനെതിരെ രമേശ് ചെന്നിത്തലയും K മുരളീധരനും ശശി തരൂരും KC വേണുഗോപാലും എല്ലാം രംഗത്തുള്ള ഈ സാഹചര്യത്തിലാണ് വീണ്ടും വോട്ടിനെ സംബന്ധിച്ചുകൊണ്ട് മറ്റൊരു പടയൊരുക്കം കൂടി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ VD സതീശിന് കനത്ത വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ട്. 2026 മുഖ്യമന്ത്രി കസേര കൊണ്ട് മുന്നേറിയിരുന്ന VD സതീശന് ഇപ്പോഴുള്ള പ്രതിസന്ധിയേക്കാൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം തന്നെ എത്തിക്കാനുള്ള സാധ്യതയും ഏറെയാണ്.